ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ DME എക്സാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ DME എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുതിയ എല്ലാവരും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണല്ലേ. കാരണം വളരെ പ്രതീക്ഷയോടെ എഴുതിയ എക്സാമാണ്. പക്ഷേ എക്സാം ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ടതുപോലെ തന്നെ നല്ല ടഫായിരുന്നു. ഇനി എല്ലാവർക്കും അറിയേണ്ടത് കട്ട് ഓഫ് എത്രയായിരിക്കും, ലിസ്റ്റിൽ എത്ര പേരെ വിളിക്കും, എനിക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടുമോ എന്നൊക്കെയാണ്. സോ അതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ ചെയ്യാം. സോ ഇന്നെന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ആൽഫ കോഡ് A ആണ് കേട്ടോ. Okay, first question. Which among the following muscles is a strong abductor and medial rotator of the thigh? That is gluteus medius. Gluteus medius. Option A, gluteus medius. Next, second question is, which among the following organ has both skeletal and smooth muscles in its muscularis externa? നമുക്കറിയാം അത് നമ്മുടെ ഈസോഫാഗസ് ആണ്. സോ അതായത് നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്നില്ലേ, അത് നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സ്കെൽറ്റൽ മസിലുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വിഴുങ്ങിയ സാധനം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഇൻവോളണ്ടറി ആ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അവിടെ സ്മൂത്ത് മസിൽസ് ഉള്ളതുകൊണ്ടാണ്. സോ അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ തിയറിയിലൊക്കെ അത് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഈസോഫാഗസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. The cerebral arterial circle of Willis composed of all the listed arteries except the option D, choroidal artery. അത് നമുക്ക് വായിക്കും തന്നെ അറിയാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും ആ സർക്കിൾ ഓഫ് വില്ലിസ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കൊറോയിഡൽ ആർട്ടറി അതിലില്ല എന്നുള്ള കാര്യം. സോ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് കാർപ്പൽ ബോൺ ഓഫ് ദ ഹാൻഡ് ഈസ് ഫൗണ്ട് ഇൻ പ്രോക്സിമൽ റോ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഹാമേറ്റ് ആണ്. ഓപ്ഷൻ ഡി, ഹാമേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് fifth question. Stimulation of the parasympathetic nervous system leads to option A, constriction of pupils. Then sixth question. Sharply delineated eosinophilic inclusions in the neuronal pericardia and proximal dendrites in rabies are known as. റാബീസിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യമാണ് നിഗ്രി ബോഡീസ് അല്ലേ. റാബീസിൻ്റെ ഒരു മെയിൻ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് നിഗ്രി ബോഡീസ്. ഓപ്ഷൻ സി, നിഗ്രി ബോഡീസ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഹ്യൂമൻ RNA വൈറസ്? അത് നമുക്ക് കണ്ണടച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. റാബ്ഡോ വൈറസ്. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇതിൽ. പക്ഷേ ആ റിസർച്ച് സൈക്കോളജി അതിലേക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് കുറച്ച് അവർ ആഴത്തിലേക്ക് കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിരിക്കുന്നത്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെവലിലൊക്കെ. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം താരതമ്യേന നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ എഴുതാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is high level disinfectant? That is glutaraldehyde. നമ്മൾ പഠിക്കുന്നതാണ് glutaraldehyde. ഓപ്ഷൻ A ആണ്. ദെൻ ninth question, which is the recommended transport medium for Vibrio cholerae? വിബ്രിയോ കോളറയുടെ ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ക്യാരി ബ്ലെയർ മീഡിയം ആണ് കേട്ടോ. ക്യാരി ബ്ലെയർ മീഡിയം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ടുലൻറ്റ് ഫീവർ ഈസ് കോമൺലി ട്രാൻസ്മിറ്റഡ് ബൈ ഓൾ ഓഫ് ദ ഫോളോവിങ് റൂട്ട്സ് എക്സെപ്റ്റ് ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, പേഴ്സൺ ടു പേഴ്സൺ ആണ് കേട്ടോ. ഓക്കെ, ഈ ഉണ്ടുലൻ്റ് ഫീവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് അറിയാമെന്നുള്ളവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഉണ്ടുലൻ്റ് ഫീവർ എന്ന് പറയുന്നത് ഒരു സൂവോണോട്ടിക് ഡിസീസാണ്. അതായത് അനിമൽസിൽ നിന്ന് പേഴ്സണിലോട്ട് മെൻസിലോട്ട് പകരുന്നതാണ്. സോ ഇത് പേഴ്സൺ ടു പേഴ്സൺ പകരത്തില്ല, അനിമൽസിൽ നിന്ന് നമ്മുടെ ആൾക്കാരിലേക്ക് പകരുന്നൊരു സൂവോണോട്ടിക് ഡിസീസാണ് ഉണ്ടുലൻ്റ് ഫീവർ എന്ന് പറയുന്നത് കേട്ടോ. ദ പേഴ്സൺ ടു പേഴ്സൺ റൂട്ട് ഈസ് എക്സ്ട്രീംലി റെയർ ആണ്. സോ ഓപ്ഷൻ എ ആണ് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഉണ്ടുലൻ്റ് ഫീവറിൻ്റെ വേറെ കുറച്ച് ട്രാൻസ്മിഷൻ റൂട്ട്സ് ആണ്. കൺസെപ്ഷനിലൂടെ വരാം. അതായത് നമുക്ക് ഈ അൺപാസ്ചറൈസ്ഡ് മിൽക്ക്, അൺകുക്ക്ഡ് മീറ്റൊക്കെ കഴിക്കുന്നതിലൂടെയൊക്കെ വരാം. പിന്നെ ഇൻഹലേഷൻ, കണ്ടാമിനേറ്റഡ് എയറോൾ സോൾസ് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ ഇൻഹലേഷനിലൂടെ വരാം. പിന്നെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വിത്ത് ഇൻഫെക്റ്റഡ് ആനിമൽസ്. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്റ്റ് വളരെ റെയറാണ്. ഓക്കെ, the next question, group in which individual interact over a long period of time on a direct or personal basis is known as. Okay, അത് പ്രൈമറി ഗ്രൂപ്പാണ് കേട്ടോ. പ്രൈമറി ഗ്രൂപ്പാണ്. ഓപ്ഷൻ സി, പ്രൈമറി ഗ്രൂപ്പ്. ദെൻ
Next question, spread of one's cultural practices, beliefs or items among members of the same culture or different cultures around the world is known as option C, cultural diffusion. പലരുടെയും കൾച്ചർ നമ്മളെടുത്ത് നമ്മുടെ കൾച്ചറിൽ മിക്സ് ചെയ്യുന്നതിനാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. The next question is, arrange the stages of family cycle in chronological sequence. That is option C, formation, extension, complete extension, contraction, complete contraction and dissolution. Option C ആണ് കേട്ടോ ആൻസർ. The next question is, mixing of two cultures due to cultural contact when people with different cultures come in contact is known as, that is option D, acculturation. Okay, acculturation ആണ് കേട്ടോ. The next question is, which among the following is a formal method of social control? അത് നമ്മൾ പഠിക്കുന്ന കാര്യം സോഷ്യോളജിയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർമൽ മെത്തേഡ് ഓഫ് സോഷ്യൽ കൺട്രോളാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, കൊയേഷൻ ആണ് കേട്ടോ, കൊയേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ thematic appreciation test and word association test? That is option B, both tests are examples of projective personality test. Okay. The next question is, when we gather together particular observation in the form of premises to draw a general condition, it is inductive reasoning ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ഇൻഡക്റ്റീവ് റീസണിങ്. നമ്മൾ ജനറലിൽ നിന്ന് ഒരു ജനറൽ ഡിസിഷനിൽ നിന്ന് നമ്മളൊരു മെയിൻ ഡിസിഷനിലേക്ക് വരുന്നു. ഒരു ചുരുങ്ങിയ ഡിസിഷനിൽ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് ഒക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെൻ വി ഗ്യാദർ ടുഗദർ പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഇൻ ദ ഫോം ഓഫ് പ്രിമൈസസ് ആൻഡ് ഡ്രോ എ ജനറൽ കണ്ടീഷൻ, ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് റീസണിങ്. നമുക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആൻ ഓൾഡർ മെമ്മറി ഇൻ്റർഫിയർസ് വിത്ത് എ ന്യൂ മെമ്മറി, ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്ഷൻ സി, പ്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ലേണിംഗ് ഇൻ വിച്ച് ബിഹേവിയർ ഈസ് സ്ട്രെങ്തൻഡ് ഫോളോഡ് ബൈ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നോൺ ആസ്. റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയാം, റീഇൻഫോഴ്സ്മെൻറ്റ് പഠിപ്പിക്കുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിലാണ്. അതിനകത്ത് നമ്മൾ ആ ഒരു എലിയുടെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പഠിക്കുന്നില്ലേ. സോ അത് പഠിച്ചവർക്ക്, അത് ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് കണ്ണും അടച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഓപ്ഷൻ ഡി, ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ദെൻ നെക്സ്റ്റ് ഈസ്, എ ടൈപ്പ് ഓഫ് ലോങ് ടേം തെറാപ്പി ദാറ്റ് ഡീൽസ് വിത്ത് ദ എൻകോഡിംഗ് ഓഫ് അബ്സ്ട്രാക്റ്റ് നോളജ് ഇസ് ഓപ്ഷൻ എ, സെമാൻറ്റിക് മെമ്മറി. ടൈപ്പ് ഓഫ് മെമ്മറിയൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു സൈക്കോളജി ക്ലാസ്സിൽ. സോ അത് ഒന്ന് കണ്ടു നോക്കിയവർക്ക് അത് കിട്ടിക്കാണും കേട്ടോ, സെമാൻറ്റിക് മെമ്മറി. The next question, how many drops per minute are to be administered for 50 ml per hour IV infusion with a drop factor 20? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 5 drops ആണ് കേട്ടോ. നമ്മൾ ഡോസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോപ്സ് കാൽക്കുലേഷൻ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദെൻ വാട്ട് നഴ്സിംഗ് ആക്ഷൻ പ്രിവെൻറ്റ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് പൾമണറി ട്യൂബർകുലോസിസ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ഹാവ് ദ ക്ലൈൻറ്റ് വെയർ എ മാസ്ക് ഫ്രം അഡ്മിഷൻ. അത് ഭയങ്കര ഒരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് ചാടി കയറി നമ്മൾ ചിന്തിച്ച് ആൻസർ ചെയ്താൽ എഴുതാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ഇൻ അഡൾട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട്? അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 30:2. ഓപ്ഷൻ ബി, 30:2. Then what is the Glasgow coma scale score if a patient is opening eyes to call, localizes pain and confused? That is option B, E3M5V4 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. The next question is a life-threatening complication of immobility. എല്ലാവർക്കും അറിയാം. It is option A, pulmonary embolism. Then next, which cranial nerve is evaluated by asking the patient to smile, frown and raise and lower the eyebrows? It's option C, facial nerve ആണ് കേട്ടോ. Then 27, interpret the ABG values. pH 7.35, PaO2 95%, PaCO2 49%, and then bicarbonate 30 milli equivalent per deciliter. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റെസ്പിറേറ്ററി അസ്റ്റോസിസ് കോമ്പൻസേറ്റഡ്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ആസിഡ് ബേസ് ഇംബാലൻസസിനെ പറ്റിയാണ്.
അതിനകത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കണമെന്നുള്ളത് ഞാൻ വിവരിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് എന്തായാലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റെസ്പിറേറ്ററി അസിഡോസിസ് കോമ്പൻസേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ PO2 95%, PaCO2 49 ആണ്. 49 45 എബോവ് നിൽക്കുകയാണ്. സോ അസിഡോസിസ് ആണ്. നമ്മുടെ റെസ്പിറേറ്ററി ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റെസ്പിറേറ്ററി അസിഡോസിസ്. പക്ഷേ നമ്മൾ PHലോട്ട് വരുമ്പോൾ PH അത് നോർമൽ വാല്യൂ ആണ് കേട്ടോ. PH നോർമൽ വാല്യൂ തന്നെ നിൽക്കുകയാണ്. കാരണം എന്താണ്? ബൈകാർബണേറ്റ് അതിനനുസരിച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കിഡ്നീസ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ PH നോർമലി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഗ്രാജുവൽ ഡിഗ്രീസ് ഓഫ് ബോഡീസ് ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് ഈസ് കാൾഡ്. എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി അൽഗ് മോട്ടിസ് ആണ്. അൽഗ് മോട്ടിസ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഡിക്കേറ്റ്സ് പ്രോപ്പർ യൂസ് ഓഫ് ട്രയാങ്കിൾ ആം സ്ലിംഗ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ദ എൽബോ ഈസ് കെപ്റ്റ് ഫ്ലെക്സ്ഡ് അറ്റ് 90 degree or more. Next question. What finding on physical examination of a patient is a possible indicator of malnutrition? Okay, അത് ഓപ്ഷൻ എ സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആണ് കേട്ടോ. The next question. The recommended caloric requirement of a 2-year-old child is option B 1100 kilocalorie per day. Then next question. The rate of energy supply of protein is it's 4 kilocalorie per gram. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. Then next question. The vitamin that promotes absorption of iron is vitamin C ആണ് കേട്ടോ. ഓപ്ഷൻ ഡി vitamin C. The next question. Which among the following is a viral food-borne infection? Viral food-borne infection. That is option C gastroenteritis. The next question. Which among the following is the mode of intervention for secondary prevention? That is സെക്കൻഡറി പ്രിവെൻഷൻ നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ചൈൽഡ് ക്യാൻ ഡ്രോ എ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ അറ്റ് 4 years ആണ് കേട്ടോ. ഓപ്ഷൻ സി 4 years. Then the cabinet temperature maintained in the ILR is option A +2 degrees Celsius to +8 degrees Celsius. Okay. ILR നമ്മുടെ ഇമ്മ്യൂണൈസേഷനിൽ അത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നതാണ്. ഐസ്ലാൻഡ് റെഫ്രിജറേറ്റർ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ. സോ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ ഈസ് റെക്കമെൻഡഡ് വിത്ത് ഓപ്ഷൻ ബി 72 hours of an unprotected intercourse. Okay. Next question. The capacity of an infectious agent to invade, survive and multiply in a host is called option D infectivity. Infectivity എന്ന് പറഞ്ഞാൽ the ability of a microorganism to enter, survive and multiply in the host. It reflects how easily the agent can establish an infection. The next question is a pneumoconiosis due to inhalation of cotton dust over a long period of time is ഓപ്ഷൻ ബി ബൈസിനോസിസ്. ഒക്കുപേഷണൽ ഹെൽത്ത് അതിൻ്റെ ഡിസീസസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. കോട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൈസിനോസിസ്. സോ ഓപ്ഷൻ ബി ബൈസിനോസിസ്. Then next chemotherapy drug that is well known to produce cardiac toxicity is option A doxorubicin. The next one is bear hugger is used to option C provide warmth. Next question. Patient with a rhabdomyolysis are at risk for developing option B acute kidney injury. The next one is albuterol is a option A bronchodilator. The next one is drug used to maintain patency of patent ductus arteriosus is option D prostaglandins infusions ആണ് നമ്മൾ പാറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസിൻ്റെ പാറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫാർമക്കോളജി കുറച്ചധികം കയറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോബിൾസ്റ്റോൺ അപ്പിയറൻസ് ഇസ് സീൻ ഇൻ ദാറ്റ് ഇസ് ഓപ്ഷൻ സി ക്രോൺസ് ഡിസീസിലാണ്. ദെൻ സ്ക്ലീറൽ ബഗ്ലിംഗ് ഇസ് ഡൺ ആസ് എ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്. ഓക്കെ. Then next question. Normal value of bicarbonate level in the arterial blood is എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി 22 to 26 milliequivalents per liter. The next question. Swaddle needles are suture needles. ഓപ്ഷൻ സി വിത്തൗട്ട് ഐസ്. സോഗ്ഡ് നീഡിൽസ് എന്ന് പറയുന്നത് സർജിക്കൽ suture needles ആണ്. ദാറ്റ് കംസ് പ്രീ അറ്റാച്ച്ഡ് ടു ദ suture മെറ്റീരിയൽ ബൈ ദ മാനുഫാക്ചറർ. ഓക്കെ, അത് സൂച്ചർ മെറ്റീരിയലുമായിട്ട് പ്രീ അറ്റാച്ച്ഡ് ആയിരിക്കും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അതിന് എന്തില്ല, ഐസ് ഇല്ല. ഓക്കെ, ഐസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഹോളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
Okay, next one is the NIHSS is a scale that is used to assess option A, outcome of patients with stroke. Okay. NIHSS എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സ്ട്രോക്ക് സ്കെയിലാണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം അറിയാമെന്നുള്ളവർക്ക് അത് ഈസി ആയിരുന്നായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് അത് പാടായിരുന്നായിരിക്കും. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സ്ട്രോക്ക് സ്കെയിലാണ്. ഇറ്റ്സ് എ ക്ലിനിക്കൽ അസസ്മെൻറ്റ് ടൂൾ യൂസ് ടു മെഷർ ദ സിവിയാരിറ്റി ഓഫ് എ സ്ട്രോക്ക് in a standardized way. Okay. The next is the defense mechanism of voluntary blocking of distressing thoughts of or feelings from one's awareness is called. അറിയാലോ, നമ്മുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ മറക്കാനായിട്ട് ശ്രമിക്കുക, സ്വയം മറക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളത് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ. അതാണ് ഓപ്ഷൻ ഡി, സപ്രഷൻ കേട്ടോ. ഓപ്ഷൻ ഡി എന്നാണ് സപ്രഷൻ. നമ്മൾ സപ്രസ് ചെയ്ത് വയ്ക്കുക നമ്മുടെ ഇഷ്ടമില്ലാത്ത ഫീലിങ്സിന്. ദാറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വൺലി 1 and 4 ഓപ്ഷൻസ് ആണ് കേട്ടോ. അത് ഏതൊക്കെയാണ്? നോയ്സും ലാക്ക് ഓഫ് പ്രൈവസിയും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡോപ്പമിൻ ഫോർ ദ ബ്രെയിൻ? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, സബ്സ്റ്റാൻഷ്യ nigra. Then exaggerated conception of one's own importance, social power or identity is called. നമ്മളെന്തോ വലിയ ആളാണ്, ഒരു സംഭവമാണ് എന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുന്ന ഒരു ഡെല്യൂഷണൽ ഡിസോർഡറാണ് ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡോർ. ഓപ്ഷൻ എ, ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പർപ്പസ്ലെസ് stereotyped involuntary repetitive jerking movements of the short duration due to a contraction or twitching of small group of muscles are called. ഓപ്ഷൻ സി, ടിക്സ് ആണ് കേട്ടോ. Then next question is the imaginary perception in the absence of real stimuli is called. Option C, hallucination. Then what is the inability or difficulty in describing one's emotions or unable of being aware of one's emotions or mood? That is option A, alexithymia. The next question is all drugs are mood stabilizers except, that is option B, Librion കേട്ടോ. മറ്റേതെല്ലാം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആണെന്ന്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ബിഹേവിയറൽ തെറാപ്പി ഇൻ വിച്ച് ദ പ്ലസൻറ്റ് സ്റ്റിമുലസ് ഇസ് പെയർഡ് വിത്ത് ആൻ അൺപ്ലസൻറ്റ് റെസ്പോൺസസ് അവേർഷൻ തെറാപ്പി. നമ്മൾ ബിഹേവിയറൽ തെറാപ്പി പഠിക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു എക്സാമ്പിൾസൊക്കെ വെച്ച് പഠിക്കുന്നൊരു തെറാപ്പിയാണ് അവേർഷൻ തെറാപ്പി. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, അവേർഷൻ തെറാപ്പി. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ? പോസിറ്റീവ് സിംറ്റംസും നെഗറ്റീവ് സിംറ്റംസും നമ്മൾ സ്കിസോഫ്രീനിയയിൽ എഴുതി പഠിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓപ്ഷൻ സി, വൺലി 1, 2 and 3. ഏതൊക്കെയാണ്? ഡെലൂഷൻ, ഹലൂസിനേഷൻ ആൻഡ് ഹിഡോണിയ കേട്ടോ. Then the largest group of weekly iron and folic acid supplementation WIPS program is മെയിൻലി ഫോക്കസ്ഡ് ഓൺ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ ഓപ്ഷൻ ബി, സ്കൂൾ ഗോയിങ് ഗേൾസ് ആൻഡ് ബോയ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. Then which of the following does not belong to the major criteria of John's criteria for diagnosing acute rheumatic fever? That is option C, arthralgia. The next one is the common fracture in neonates during the passage through small maternal pelvis is, that is option A, fracture of clavicle ആണ് കേട്ടോ, clavicle. The next question is which of the following method is not used to estimate body surface area burnt? Okay, that is a rule of 10 ആണ് കേട്ടോ, rule of 10 ആണ്. ഓപ്ഷൻ സി, rule of 10. Then the educable group of mental handicap belong to IQ level of option D, 51 to 70 ആണ് കേട്ടോ. The next one is levetiracetam അല്ലെങ്കിൽ levipill-tract is commonly used in children for the treatment of seizures. എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ സി, seizures. The next one is ductus arteriosus is a fatal large vessel which connects, option A, right pulmonary artery with the descending aorta. The next, the ratio of all late fetal deaths and early neonatal deaths weighing 1000 grams and above the total live births weighing 1000 grams and above is, it is option A, perinatal mortality rate. The next one is poor communication skill, repetitive behavior, abnormalities in social interactions are the characteristic manifestations of, option B, autistic spectrum disorders. The next one is ugly duckling stage and dentition is associated with the, option D, school age ആണ് കേട്ടോ. അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. മിക്സഡ് ഡെൻറ്റേഷൻ യൂഷ്വലി സീൻ ബിറ്റ്വീൻ 7 to 12 years വിച്ച് ഫോൾസ് അണ്ടർ ദ സ്കൂൾ ഏജ് ഗ്രൂപ്പ് ആണ് കേട്ടോ. ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പേസിംഗ് ബിറ്റ്വീൻ ദ അപ്പർ
front teeth, maxillary, central incisors due to the erupting canines. The spacing is temporary and resolves once the permanent canines comes is fully and push the front teeth into the alignment. Okay. The next one is 71. The therapeutic level of serum magnesium is, that is option B, 4 to 7 milliequivalent per liter ആണ് കേട്ടോ, 4 to 7 ആണ് കേട്ടോ. Then next one is, which of the following is the true regarding Erb's palsy? It is option C, the biceps jerk is lost. The biceps jerk is lost. Okay, the characteristic features of Erb's palsy എന്ന് പറയുന്നത് is caused by stretching or trauma during birth or trauma. Shoulders dystocia ആണ്. Involves C5 to C6 nerve roots. Classic waiter stiff posture ആയിരിക്കും. Arm abducted and internally rotated. Elbow extended. Forearm pronated and wrist flexed. Okay. Loss of biceps reflex C5 and affect ചെയ്യുമ്പോഴത്തേക്കാണ് ഉണ്ടാകുന്നത്. Biceps jerk is lost. Then head grasp is usually normal ആയിരിക്കും. As lower roots C8 to T1 are unaffected. So അത് പഠിച്ചവർക്ക് അത് അറിയായിരിക്കും അല്ലേ. The next one is, which of the following are hazards of gestational diabetes mellitus? It is option A, only 1 and 2. 1 and 2 എന്ന് പറയുമ്പോൾ increased perinatal loss and macrosomia. Next question. Which of the following statement is correct about withholding resuscitation in a newborn? The next question is, which of the following statements are correct about withholding resuscitation in a newborn? That is option A, only first and second, അതായത് birth weight less than 400 grams and gestational age less than 23 weeks. The next question എന്ന് പറയുന്നത്, failure of emission of semen is known as aspemia ആണ് കേട്ടോ, aspemia. Option C. Then which of the following can prevent prolonged labor? That is option B, only 1 and 2. അതെന്ന് പറയുമ്പോൾ antenatal or early intranatal detection or use of partograph. Then next question, the positive evidence of pregnancy and living fetus includes option D, fetal heart sound ആണ്. Which of the following are immediate puerperal emergencies? That is option D, all of the above. എല്ലാം വരും, അതായത് എല്ലാം നമ്മുടെ എമർജൻസീസ് ആൻഡ് puerperal emergencies and postpartum hemorrhage വന്നാലും acute retention of urine shock എന്ത് വന്നാലും all of the above ആണ് കേട്ടോ. Then which of the following are the intrapartum risk factors of puerperal sepsis? That is option B, first and second, that is antepartum hemorrhage and dehydration and ketoacidosis. The next one is, which of the following is a fact of endometriosis? That is option A, asymptomatic in good number of cases. Pregnancy often induces temporary remission of symptoms due to hormonal changes, due to high progesterone levels. So in endometriosis, symptom severity often does not correlate with the extent of disease seen in imaging or laparoscopy. So infertility is a common complication of endometriosis. It is one of the leading causes of infertility in women. The next question is, focus of teaching must be it's student-centered. Option B, student-centered. There is a teaching method that encourages critical thinking of learners, analyze and situation and apply principles to reach a valid conclusion. That is option D, problem-based learning. The next is, one speaker addresses large audience is a method of എല്ലാവർക്കും അറിയാം option A, lecture. And find the mode of the following distribution. അപ്പോൾ നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്ന, മോഡ് താഴെ തന്നിരിക്കുന്ന അതിൻ്റെ മോഡ് കണ്ടുപിടിക്കാൻ അറിയാലോ, മീൻ മീഡിയൻ മോഡൊക്കെ കണ്ടുപിടിക്കാൻ അറിയാലോ. ഓപ്ഷൻ ബി 3. The size of flashcard to address small group of audiences, that is option A, 10 cm to 15 cm. Okay. The next question, a quasi experimental design does not have the feature of option C, randomization. Okay. Quasi experimental design is also known as controlled trials without randomization. Then next question, a tentative prediction of relationship between two variables is a tentative prediction of relationship between two variables is option C, hypothesis. The next question is, there is a tool that assigns a numeric score on a continuum and with respect to the attribute being measured. That is option B, scale. Scale എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ടൂൾ ദാറ്റ് അസൈൻസ് ന്യൂമറിക് സ്കോർ അലോങ് എ കോണ്ടിനം ബേസ്ഡ് ഓൺ ഡിഗ്രി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ആട്രിബ്യൂട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് റെപ്രസെൻറ്റഡ് ആസ് പി ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ്
ഓപ്ഷൻ എ ടൈപ്പ് എ എററാണ് കേട്ടോ, ടൈപ്പ് 1 എററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്ലഡ് പ്രഷർ വാല്യൂ ഇസ് ഡേഷ് ടൈപ്പ് ഓഫ് ഡേറ്റ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഡേറ്റ. കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ ബി പി അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി ടേക്ക് ഓൺ എനി വാല്യൂ വിത്തിൻ ദ റേഞ്ച്. നോർമൽ ആൻഡ് ഓർഡിനൽ വേരിയബിൾസ് ആർ കാറ്റഗറി വേരിയബിൾ ദാറ്റ് ഇസ് ഇൻ ദ ന്യൂമറിക്കൽ. Okay, the next question. The means of direction, guidance and controlling workforce to accomplish the assigned task is management processes. Option B, supervision. Next question, a diagrammatical representation of the formal organization structure is option A, organogram. The next question, the process of ensuring that events conform to plans in an organization is option B, controlling. The next question, the quantity of stores set apart is used only at the time of emergency for unforeseen demand is called option A, buffer stock. The next question is, an organization that defines hierarchical relationship, authority and responsibility is a option B, formal organization. The next question is, which one of the following is a necessary process that requires healthcare institution to meet minimum standards to operate? Option C, licensure. Okay. The next question is, POTSCORE, a 7-activity acronym coined by one of the following experts in management is, that is Luther Gulick ആണ്, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഡി, ലൂതർ ഗുള്ളിക്. ദെൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് ദാറ്റ് മീൻസ് ടെൽസ് ദ ട്രൂത്ത്, നമ്മൾ സത്യം മാത്രം പറയുക, ദാറ്റ് ഇസ് അതെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി, വെറാസിറ്റി ആണ്. Then last question is, a process of moving or allocating the human resource to new work situation within the organization structure is option A, deployment. അപ്പോൾ ഇതാണ് നമ്മുടെ PSC ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മാർക്സ് ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്ത് നോക്കിയിട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്കൊരു കട്ട് ഓഫ് ഒക്കെ എത്രയാവുമെന്ന് നമുക്ക് തീരുമാനിക്കാം. സോ ഇത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു കട്ട് ഓഫ് മാർക്കിൻ്റെയും നമ്മുടെ എക്സാമിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു അഗെയിൻ.